ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് നിങ്ങൾ എന്തുകൊണ്ട് ലോക ഫുട്ബോളർ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ എന്ന് ചിലർ പറയുന്ന മെസ്സിയേക്കാൾ 10 മടങ്ങ് ഇഷ്ടം എന്തുകൊണ്ട് നിങ്ങൾക്ക് റൊണാൾഡോയോട് എന്ന് ചോദിച്ചാൽ അതിന് പല ഉത്തരങ്ങളും പറയാൻ കഴിയും. കാര്യം ശരി തന്നെയാണ്. മെസ്സി അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. റൊണാൾഡോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കളിയേക്കാളേറെ മറ്റു പല കാര്യങ്ങളിലും മെസ്സിയേക്കാൾ 100 കണക്കിന് മടങ്ങ് മുകളിൽ തന്നെയാണ് റൊണാൾഡോയുടെ സ്ഥാനം എന്നായിരിക്കും ഉത്തരം പറയുന്നത്. അത് ശരി തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മെസ്സിയെ കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ആ അസുഖത്തിൽ നിന്ന് മുക്തി നേടി അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് മാറി എന്ന് നമുക്ക് മെസ്സിയെ കുറിച്ച് പറയാം. പക്ഷെ റൊണാൾഡോയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കാലുകളും അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗോളുകളെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ 100,000 ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലെ. അതിൽ ചില ഉത്തരങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്കറിയാം, റൊണാൾഡോയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു, ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നു. പക്ഷേ റൊണാൾഡോയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കി അദ്ദേഹം പോയി. അതിനുശേഷം അമ്മയും മകനും മാത്രമായി. പല ദിവസങ്ങളിലും റൊണാൾഡോയും കുടുംബവും പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ പട്ടിണി സഹിക്കാൻ വയ്യാതെയാണ് റൊണാൾഡോയുടെ അമ്മ അവർ പല വീടുകളിലും വേലക്കാരിയായി ജോലിക്ക് പോകാൻ തുടങ്ങിയത്. വീടുകളിൽ പോയി അടുക്കളപ്പണി ചെയ്യുക, പാത്രം കഴുകുക എന്നൊക്കെയുള്ള ജോലികൾ അവർ ചെയ്തു. അങ്ങനെ ചെയ്ത് മകന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി കൂടെ നിൽക്കുകയും ആദ്യമായി ഫുട്ബോൾ മേടിച്ചു കൊടുക്കുന്ന അമ്മയാണ് കേട്ടോ, ബൂട്ട് മേടിച്ചു കൊടുക്കുന്ന അമ്മയാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ലൈഫിൽ നിന്നും, ആ ഒരു ജീവിതത്തിൽ നിന്നും മകനെ നെഞ്ചോട് ചേർത്ത് കൈപ്പിടിച്ചുയർത്തി മകന്റെ ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അവർ. ആ മകൻ ഇന്ന് പല പല ക്ലബുകളിലും കളിച്ച് ഇപ്പോ ഏകദേശം 6ഓളം വേൾഡ് കപ്പും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ വേൾഡ് കപ്പാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഗോൾ നേടിയ ഫുട്ബോളറും റൊണാൾഡോ തന്നെയാണ്, മെസ്സിയേക്കാൾ അല്ലെ. അവിടൊക്കെ മെസ്സി ഡൗൺ ആണെന്നേ, പല കാര്യങ്ങളിലും മെസ്സി ഡൗൺ ആണ്. അതാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത്. റൊണാൾഡോയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നതിന്റെ, കഷ്ടപ്പാടറിഞ്ഞതിന്റെ, അങ്ങനെ ബുദ്ധിമുട്ടി ജീവിച്ചതിന്റെ ഒരു ബാലൻസ് ആണ് ഈ റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് റൊണാൾഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് 100,000 കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളോടുള്ള സമീപനം, അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനം, എന്തിനേറെ പറയണം, ഗസയിലെ മക്കൾക്ക് വേണ്ടി കോടാനുകോടി രൂപയാണ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പല പല ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല പല ചാരിറ്റികളുടെയും അംബാസഡർ കൂടിയാണ് റൊണാൾഡോ എന്ന് പറയുന്നത്. നമുക്കറിയാം, വേൾഡ് റെക്കോർഡിന്റെ കാര്യത്തിലും ഗോളുകളുടെ വേൾഡ് റെക്കോർഡിന്റെ കാര്യത്തിലും റൊണാൾഡോ തന്നെയാണ് ലോകത്ത് മുന്നിൽ. അദ്ദേഹത്തിന്റെ ബൂട്ടിന്റെ മാജിക് ആണത്. ഒപ്പം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആത്മവിശ്വാസവും, ഒപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റിയുടെ അത് കിട്ടുന്ന ആളുകളുടെ, കുട്ടികളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ റൊണാൾഡോ തന്നെയാണ് ലോകത്തിലെ ഇന്നുവരെ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പ്ലെയർ, ഈ ഒരു കാലഘട്ടത്തിലെ പ്ലെയർ എന്ന് ലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നതും അങ്ങനെ തന്നെയാണ്, അംഗീകരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ മെസ്സി കമ്പയർ ചെയ്ത് പറയുകയല്ല, പക്ഷേ മെസ്സിക്ക് കുറെ പോരായ്മയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും പലരെയും സഹായിക്കുന്നതിലും ഒക്കെ കുറെ പോരായ്മയുണ്ട്. റൊണാൾഡോയെ പോലെ ഉള്ള രീതിയിൽ പാവങ്ങളെ സഹായിക്കാനൊക്കെ മെസ്സി തുരിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ റൊണാൾഡോയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിന്റെ ഒരു കുറച്ചെങ്കിലും മെസ്സിക്ക് കിട്ടിയേനെ. ഇതൊക്കെയാണ് ലോകത്തിന്റെ കാഴ്ചപ്പാടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ റൊണാൾഡോയെ കുറിച്ച് നമുക്ക് ഏറ്റവും അധികം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ്. എന്നെ വളരെ ടച്ച് ചെയ്തൊരു ഇന്റർവ്യൂ ആണേ. അദ്ദേഹം ഒരു ഇന്റർവ്യൂയർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ അമ്മയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്, ഇത്രയൊക്കെ വയസ്സായതല്ലേ, അപ്പോൾ മാറ്റി വേറൊരു വീട്ടിലാക്കി ഒരു ഫാമിലിയൊക്കെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ റൊണാൾഡോ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒരിക്കലുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ അമ്മ എന്നോടൊപ്പം ഉണ്ടാകും. കാരണം ഞാൻ പട്ടിണി കിടന്ന സമയത്ത് അമ്മ വീട്ടുജോലിക്ക് പോയി അമ്മ വിശപ്പടക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ബ്രെഡിന്റെ തുണ്ട് കഴിച്ചാണ്, ആഹാരം കഴിച്ചാണ് ഞാൻ വളർന്നത്.
എനിക്ക് ആദ്യമായി ഫുട്ബോൾ വാങ്ങിത്തന്ന എൻ്റെ അമ്മയാണ്, ആദ്യമായി എനിക്ക് ബോട്ട് വാങ്ങിത്തന്ന എൻ്റെ അമ്മയാണ്, എനിക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിച്ചത്. ആ അമ്മയെ എൻ്റെ ജീവിതകാലം മുഴുവൻ നെഞ്ചോട് ചേർത്ത് എന്നോടൊപ്പം തന്നെ കൊണ്ടുപോകും, കൊണ്ട് നടക്കും എന്ന് ആ റൊണാൾഡോ പറഞ്ഞ വാക്ക് നമുക്കറിയാം. അപ്പോ അതിന്റെയൊക്കെ ഒരു നന്മയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കളിയുടെ വൈഭവവും ശരീര വടിവും ഈ ഒരു അദ്ദേഹത്തിന്റെ പരിശീലനത്തിന്റെ മികവും ആളുകൾ അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റികളിലൂടെ കിട്ടുന്ന പ്രതിഫലവും അല്ലെങ്കിൽ ആ ഒരു നന്മയും ഒക്കെ കൂടിച്ചേർന്നാണ് ലോകത്തിന് റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഐതിഹാസിക ഫുട്ബോൾ താരത്തെ നമുക്ക് കിട്ടിയത്. അത് നമ്മളൊക്കെ അഭിമാനിക്കുന്നു. എന്തായാലും ഒരു റൊണാൾഡോ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലോകത്തോടൊപ്പം നിങ്ങളോടൊപ്പം ഞാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.